ഒരു സാധാരണ സിനിമയിലെ തമാശകൾക്കപ്പുറത്ത് എങ്ങനെ ഒരു സിനിമയെ കോമഡി ജോണർ സിനിമയെ വിലയിരുത്താം? സാഹചര്യങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ, കാണുന്ന പ്രേക്ഷകനെ ചിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ചിത്രത്തിന് പാടുള്ളൂ. അല്ലാതെ ഗൗരവമേറിയ ഡ്രാമ സൃഷ്ടിക്കലല്ല. ഏതൊരു ചിത്രത്തിനും പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കോമഡി സിനിമകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈമിങ്ങിനാണ്. ഒരു സീനിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കൃത്യസമയത്ത് ആ ഡയലോഗുകളെല്ലാം ചെറിയ ചില മാനറിസങ്ങളും കൃത്യസമയത്ത് വന്നാൽ മാത്രമേ അത് പ്രേക്ഷകർക്ക് വർക്കാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ചില നടന്മാർക്ക് അപാര ടൈമിംഗ് ആണെന്ന് നാം ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത്. സിനിമയിൽ ഏറ്റവും ബുദ്ധിമുട്ട് സങ്കടപ്പെടുത്താനോ ആശ്ചര്യപ്പെടുത്താനോ രോമാഞ്ചം കൊള്ളിക്കാനോ ഒന്നുമല്ല, അത് ചിരിപ്പിക്കാൻ തന്നെയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ വളരെയധികം മാനസിക സംഘർഷത്തിൽ ഒരു സിനിമ കാണാൻ വന്നിരിക്കുകയും ആ ചിത്രത്തിൽ തമാശകൾ കണ്ട് കുറച്ചു സമയമെങ്കിലും പ്രശ്നങ്ങളെല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് ഒരു കോമഡി സിനിമയ്ക്ക് മാത്രം അവകാശപ്പെടുന്നതാണ്. ബുദ്ധിജീവി പ്രേക്ഷകരെ മാറ്റി നിർത്തിയാൽ ആവശ്യത്തിന് പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ വന്നിരുന്ന സംവിധായകൻ്റെ പ്രശ്നം കൂടി കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല തമാശകളും പാട്ടും നിറഞ്ഞ മനോഹരമായ സിനിമകൾ മതിയെന്ന് പറയുന്ന പ്രേക്ഷകരാണ് ഏറ്റവും അധികം. ഏതൊരു സീരിയസ് സിറ്റുവേഷനിലും തമാശകൾ കണ്ടെത്താൻ സാധിക്കണം എന്നുള്ള വലിയൊരു പഠനം കൂടെയാണ് കോമഡി ജോണർ സിനിമകൾ. മലയാള സിനിമയിലെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത വെട്ടം എന്ന ചിത്രം. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ സാഹചര്യത്തിലും കോമഡിയുടെ ലെയർ ചിത്രത്തിനെ മികച്ച എൻ്റർടൈനറാക്കി മാറ്റുന്നു.